എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമായ ജെയ് മെയിനിന് മുന്നോടിയായി ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ടെസ്റ്റ് സീരീസായ BTS ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അനായാസം വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ബ്രൗസറിൽ കയറി ബ്രില്യൻറ്റ് പാല എന്ന് ടൈപ്പ് ചെയ്യുക. ഫസ്റ്റ് വരുന്ന ഓപ്ഷൻ തന്നെ നമ്മുടെ സൈറ്റിൻ്റെ ലിങ്ക് ആയിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹോം പേജിലേക്ക് നമ്മൾ എത്തുന്നതാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അതിൻ്റെ മുകളിലായി കോഴ്സസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ വിദ്യാർത്ഥികൾക്കായി നമ്മൾ ഒരുക്കിയിട്ടുള്ള നിരവധി കോഴ്സുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിൽ നിന്ന് ടെസ്റ്റ് സീരീസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ടെസ്റ്റ് സീരീസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയിരിക്കുന്ന നിരവധി ടെസ്റ്റുകളുടെ ഒരു ലിസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാം. അതിൻ്റെ അകത്തുനിന്ന് ഈ കാണുന്ന BTS 2026 ഫോർ IIT JEE മെയിൻ ആൻഡ് അഡ്വാൻസ്ഡ് ഈ ഒരു ലിങ്കാണ്. ഇതൊരു ലിങ്കാണ്. ആ ഒരു ലിങ്കാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആൻഡ് യെസ്, ആ ഒരു ടെസ്റ്റ് സീരീസിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു പേജാണിത്. ഇവിടെ താഴോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ ബ്രോഷറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെപ്പറ്റിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ആ ബ്രോഷറിൽ നിന്ന് അറിയാവുന്നതാണ്. നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമുക്ക് വളരെ അനായാസം രജിസ്റ്റർ ചെയ്യാവുന്നത് എന്നാണ്. അതിനായി ഈ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. ആ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനൊരു പേജിലേക്കാണ് എത്തുന്നത്. ഇവിടെ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ID ആൻഡ് പാസ്വേഡ് ആണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ആ ഒരു പാസ്വേഡും ആ ഒരു സ്റ്റുഡൻറ്റ് IDയും കാണുന്നതാണ്. ഇനി അല്ല, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ സൈറ്റിൽ എൻ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്തുന്നതെങ്കിൽ വളരെ അനായാസം തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനാദ്യമായി ഇവിടെ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ സൈനപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ, പിന്നെ ഒരു പാസ്വേഡ്, അതുപോലെ ആ പാസ്വേഡ് ഒന്നുകൂടെ കൺഫേം ചെയ്യുക. എന്നിട്ട് ഈ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻ എന്നുള്ള ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്യുക. ഇത് ചെയ്യുന്നതിലൂടെ വളരെ അനായാസം നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഒരു നമ്പറിലേക്ക് ഇതിന് ശേഷം ഒരു OTP വരുന്നതായിരിക്കും. ആ OTP തൊട്ടടുത്ത പേജിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്താൽ നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആകുന്നതാണ്. ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ സ്റ്റുഡൻറ്റ് പോർട്ടലിലേക്ക് നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. യെസ്, നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട എല്ലാ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ശേഷം ആ ഒരു ബോക്സ് നമ്മൾ എഗ്രി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം തൊട്ട് താഴെ കിടക്കുന്നത് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒരു OTP നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് സൈറ്റ് പറയുന്നത്. അപ്പോൾ ആ ഒരു OTP നമുക്കിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ഒരു OTP ഞാനിവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. OTP എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ സബ്മിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ആ ഒരു സബ്മിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കൊടുത്തപ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി. സെലക്ട് ക്ലാസ് സ്റ്റഡിങ്, അതായത് നമ്മളിപ്പോൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ ഏത് ക്ലാസ്സാണ് നമ്മളിപ്പോൾ പഠിച്ച് കഴിഞ്ഞിരിക്കുന്നത്, ആ ഒരു ഓപ്ഷനാണ് നമുക്കിവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ സ്റ്റഡിങ് ഇൻ ക്ലാസ് 5 തൊട്ട് ഫോർ ക്ലാസ് 12th പാസ്ഡ് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ JEE മെയിൻ എക്സാം ഒക്കെ എഴുതുന്നത് നമ്മുടെ +2 ശേഷമാണ് അല്ലേ. അപ്പോൾ ഞാനിവിടെ ഫോർ ക്ലാസ് 12th പാസ്ഡ് എന്നാണ് കൊടുക്കാൻ പോകുന്നത്. യെസ്, അതിനുശേഷം ആ ഓപ്ഷൻ നമ്മൾ സേവ് ചെയ്യുകയാണ്. ആ ഒരു സേവ് ബട്ടൺ അമർത്തിയപ്പോൾ നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ നമുക്ക് ഏതെല്ലാം കോഴ്സസ് ആണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റാണ് നമുക്കുള്ളത്. റിപ്പീറ്റേഴ്സ്, നീറ്റ് മെഡിക്കൽ ഓഫ്ലൈൻ, ഓൺലൈൻ, റിപ്പീറ്റേഴ്സ് JEE. കുറച്ചുകൂടെ താഴേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് കാണാൻ പറ്റും ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് എത്തിക്കഴിഞ്ഞു. ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് ഫോർ നീറ്റ് ആണത്. അതുപോലെ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് 2026 ഫോർ JEE മെയിൻ. യെസ്, നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ട നമ്മുടെ ഓപ്ഷൻ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അഡ്മിഷൻ ടൈം കൊടുത്തിട്ടുണ്ട്, അതുപോലെ കമൻസിങ് ആണ്, അത് എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വശത്തേക്ക് നോക്കുകയാണെങ്കിൽ എൻറോൾ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അവിടെയാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. യെസ്, ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അടുത്ത ഒരു പേജിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് JEE മെയിൻ. വീണ്ടും ആ ഒരു കോഴ്സിനെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു വശത്തേക്ക് പോകുമ്പോൾ സെലക്ട് സെൻറ്റർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഓൺലൈൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണുള്ളത്. കാരണം BTS JEE ഓൺലൈനായിട്ടാണ് നടക്കുന്നത്. ആ ഓൺലൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സെലക്ട് പ്രിഫേർഡ് ബാച്ച്. യെസ്, ജൂലൈ 2025. ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജൂലൈ 2025 എന്ന് കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴെയുള്ള റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
സോ ആ ഒരു റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ എന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ മറ്റൊരു പേജിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് നമുക്ക് കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആക്കാനുണ്ട്. അപ്പോൾ ആദ്യമേ കൊടുത്തിരിക്കുന്നത് എൻ്റർ പ്രൈമറി ഡീറ്റെയിൽസ് ആണ്. അതായത് സെലക്ട് സ്ട്രീം, നമ്മൾ ഏത് സ്ട്രീമിലാണ് പഠിച്ചതെന്നുള്ളത്. CBSE, SSLC, ICSE അങ്ങനെ നിരവധി ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ CBSE ആണ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ CBSE കൊടുത്തു കഴിയുമ്പോഴത്തേനും എന്താ ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ക്ലാസ് 10 ഡീറ്റെയിൽസ്, ഇയർ ഓഫ് പാസിംഗ്, റിസൾട്ട് സ്റ്റാറ്റസ്, അതുപോലെ സയൻസിലും മാത്സിലും നമുക്ക് ലഭിച്ച മാർക്കുകൾ ഔട്ട് ഓഫ് 100, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതിൻ്റെ താഴേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഹയർ സെക്കൻഡറി ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അവിടെ സെലക്ട് സ്ട്രീം എന്ന് കൊടുത്തിട്ടുണ്ട്. വീണ്ടും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അഗെയിൻ HSC, CBSE, ISC, അതേഴ്സ്, ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അവിടെ വീണ്ടും CBSE ആണ് ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അവിടെയും ഇതുപോലെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ 12ാം ക്ലാസ് പാസ്സായ വർഷം, അതിൻ്റെ റിസൾട്ട് സ്റ്റാറ്റസ്, അതിൻ്റെ റോൾ നമ്പർ, സ്കൂൾ കോഡ്, അതുപോലെ അഡ്മിറ്റ് കാർഡ് ID, അതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ 3 വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് 100 മാർക്ക് ലഭിച്ച അതായത് സബ്ജക്റ്റുകളുടെ മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ നമുക്ക് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് തന്നെയല്ല നമ്മുടെ +2ൻ്റെ മാർക്ക് ലിസ്റ്റും കൂടി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നിങ്ങൾ ഓൾറെഡി 2025 JEE മെയിൻ അല്ലെങ്കിൽ കീം എക്സാം ഒക്കെ എഴുതിയ ആളാണെങ്കിൽ ആ മാർക്ക് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അതിനുള്ള ഓപ്ഷൻസ് ആണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എല്ലാ ഡീറ്റെയിൽസും ഒന്ന് ഫില്ല് ചെയ്തിട്ട് വരാം. സോ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ട ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾ 2025 JEE മെയിൻ എക്സാം എഴുതിയവരാണെങ്കിൽ അല്ലെങ്കിൽ 2025 കീം എക്സാം എഴുതിയവരാണെങ്കിൽ JEE മെയിൻ്റെ പെർസെൻറ്റൈൽ സ്കോർ അല്ലെങ്കിൽ കീമിൽ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് ഇത് നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടെ നിങ്ങൾക്ക് ഇവിടെ ആഡ് ആക്കാവുന്നതാണ്. ഞാനിപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് 10ാം ക്ലാസ്സിൻ്റെയും +2ൻ്റെയും ഡീറ്റെയിൽസ് മാത്രമേ നമ്മളിവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ എൻ്റർ ചെയ്യുന്നുള്ളൂ. അതെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഈ ഒരു ബോട്ടം സൈഡിൽ നെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. സോ ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മറ്റൊരു പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മളിപ്പോൾ എൻ്റർ ചെയ്ത അത്രയും തന്നെ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണ് എന്ന് കൺഫേം ചെയ്യുന്നതിനായിട്ടുള്ളൊരു പേജാണിത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആ എൻ്റർ ചെയ്ത മാർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം ഒന്നുകൂടെ നോക്കുക, എല്ലാം ക്ലിയർ ആണ് എന്ന് ഉറപ്പുവരുത്തുക. ഉറപ്പുവരുത്തിയതിന് ശേഷം കൺഫേം റിക്വസ്റ്റ് എന്ന ആ ഒരു സൈഡ് നമുക്ക് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. യെസ്, ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ സൈറ്റ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യണം, അതിനുശേഷമാണ് നമുക്ക് ഫീ റെമിറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ ആ ഒരു ഓക്കെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ പേജ് എന്നുള്ളത്. ഇത് നമുക്ക് കുറച്ചധികം ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പേര്, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, കാറ്റഗറി, father's occupation, mother's occupation, father's name, father's phone number, name of school last studied or studying, അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ഇമെയിൽ, അത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത്. ആ ഒരു റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹൗസ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് നെയിം, നിങ്ങളുടെ പ്ലേസ് അല്ലെങ്കിൽ സ്ട്രീറ്റ്, പോസ്റ്റ് ഓഫീസ്, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ്, പിൻകോഡ് ആൻഡ് കൺട്രി, ഇത്രയധികം കാര്യങ്ങൾ നമുക്കിവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് എൻ്റർ ചെയ്യാം. ആൻഡ് യെസ്, നമ്മൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ മാക്സിമം ഈ കാഷ്വൽ ആയിട്ടുള്ള സെൽഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെക്കുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതായത് ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ. സോ ഇത്രയും ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം തൊട്ട് താഴെയായിട്ട് ഫിനിഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. സോ ഫീ പേയ്മെൻറ്റിനായിട്ട് ഈ ഒരു സെക്ഷനിലേക്ക് വരിക. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ട് താഴെ ഫീ റെമിറ്റൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്ത ടെസ്റ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പ്രിഫേർഡ് ബാച്ച്, അസൈൻഡ് സെൻറ്റർ ഓൺലൈൻ ആണ്, ടോട്ടൽ ഫീസ് വരുന്നത് ഇത്ര തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് ഈ ഒരു സൈഡിലായിട്ട് പേയ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ മറ്റൊരു വിൻഡോയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് കാണാം അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കുറച്ചുകൂടെ താഴേക്ക് വരികയാണെങ്കിൽ ആ ഒരു ഫീ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അതിനെ താഴേക്ക് പോവുകയാണെങ്കിൽ വീണ്ടും മേക്ക് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. യെസ്, അവിടെയും എമൗണ്ട് ടു ബി റെമിറ്റഡ് കാണാം. സെലക്ട് പേയ്മെൻറ്റ് മെത്തേഡ്, ഓൺലൈൻ മെത്തേഡിലൂടെയാണ് BTS പ്രോഗ്രാമിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളത്. സോ ആ ഒരു ഓപ്ഷനിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ആൻഡ് പേ നൗ എന്ന് പറഞ്ഞ ബട്ടണും ക്ലിക്ക് ചെയ്യാം. സോ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ റൈസർ പേ, അതായത് നമ്മുടെ UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് പോലുള്ള പേയ്മെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതുപോലെ ഈസി ബസ് ഉപയോഗിച്ചും UPI പേയ്മെൻറ്റ്സ് നമുക്ക് നടത്താവുന്നതാണ്. ഇതെല്ലാം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പേയ്മെൻറ്റ് മെത്തേഡ്സ് തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻസിനനുസരിച്ച് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. സോ ഇതിൽ ഞാനിപ്പോൾ ഫസ്റ്റ് റൈസർ പേ ആണ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. അത് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു.
ആൻഡ് യെസ് വി ആർ ഡയറക്റ്റഡ് ടു ദി പേയ്മെൻറ്റ് പേജ്. അപ്പോൾ ഇതിൽ ഏത് സർവീസാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആ ഒരു പേയ്മെൻറ്റ് നടത്തുന്നതോടുകൂടി നിങ്ങൾ BTS പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ആയി എന്നുള്ളതാണ്. സോ ഇങ്ങനെയാണ് BTS പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങളുടെ സിസ്റ്റം വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചാണെങ്കിൽ കൂടി വളരെ അനായാസം നിങ്ങൾക്ക് ഈ ഒരു BTS പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.